കോടികൾ മുടക്കി നിർമ്മിച്ച തോപ്രാംകുടി ബസ് സ്റ്റാൻഡ് പ്രവർത്തനമില്ലാതെ നശിക്കുന്നു. ബസ് സ്റ്റാൻഡിനായി നിർമ്മിച്ച കെട്ടിടവും ടോയ്ലറ്റ് സംവിധാനവും ഉൾപ്പെടെ നശിക്കുമ്പോൾ ചുമതലക്കാരായ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. തോപ്രാംകുടി ടൗണിലെ ഗതാഗത തടസ്സം നീക്കുന്നതിനായി 2010 മുതലാണ് ബസ് സ്റ്റാൻഡിനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിൽ ഇരിപ്പിടവും ചെറിയൊരു ടോയ്ലറ്റും നിർമ്മിച്ചു. പിന്നീട് 2017 MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ കൂടി നീക്കിവെച്ച് ബസ് സ്റ്റാൻഡ് ടെർമിനൽ കൂടി നിർമ്മിക്കുകയായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്നൊരു ദിവസം മാത്രം ഒരു ബസ് കയറിയതല്ലാതെ തുടർന്നിങ്ങോട്ട് വാഹനമൊന്നും ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടുമില്ല. ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം ഉൾപ്പെടെയുള്ളവയുടെ കണക്കെടുത്താൽ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള വസ്തുവകകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ടൗണിൽ ആളുകളെ ഇറക്കിയ ശേഷം ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്താൽ ടൗണിലെ ഗതാഗത തടസ്സം നീക്കുവാനും കഴിയും. എന്നാൽ ഇതിനാവശ്യമായ ഇടപെടൽ നടത്തുവാൻ വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നുമില്ല. 2010 തോപ്രാംകുടി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും ഇവിടെ ബസ്സുകൾ കയറിയിട്ടില്ല എന്ന് പറയാം. തോപ്രാംകുടിക്കാരുടെ സ്വപ്നമായിരുന്നു തോപ്രാംകുടി ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. തോപ്രാംകുടി ടൗണിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് തോപ്രാംകുടി ടൗണിൽ നിന്നും ഏതാണ്ട് 50 മീറ്ററോളം ദൂരെ ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചത്. പക്ഷേ നാളിതുവരെയായിട്ടും ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ടില്ല. 2017 കാലഘട്ടത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഫണ്ടിൽ നിന്നും, അന്ന് MLA ആയിരുന്ന റോഷി അഗസ്റ്റിൻ്റെ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ വകയിരുത്തി ഇവിടെ ഒരു ടെർമിനൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഇതുവരെ ഉപയോഗയോഗ്യമായിട്ടില്ല. അത് വെറുതെ കിടക്കുകയാണ്. ഒപ്പം തന്നെ 2018-19 കാലഘട്ടത്തിൽ വീണ്ടും ഒരു ശൗചാലയവും ഇവിടെ പണിതിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഉയര വിളക്കും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല ഇതെല്ലാം ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഫണ്ട് വെറുതെ ചെലവഴിക്കുന്നതിന് വേണ്ടി, അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ തോപ്രാംകുടി ടൗണിൽ ഇത്രയും കോടികൾ മുടക്കി ഒരു ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയും. MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് ഒരു ഹൈമാസ്റ്റ് ലൈറ്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുകൂടി തകരാറായത് രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധർക്ക് കൂടുതൽ സൗകര്യമായി. പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ ബസ് സ്റ്റാൻഡും പരിസരവും കാട് കയറി നശിക്കുകയാണ്. വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതരുടെ അശ്രദ്ധ കൊണ്ട് കോടികൾ മുടക്കി നിർമ്മിച്ച തോപ്രാംകുടി ബസ് സ്റ്റാൻഡും പരിസരവും ഉപയോഗയോഗ്യമല്ലാതെ നശിക്കുമ്പോൾ ബന്ധപ്പെട്ട അധികൃതർക്കെതിരെ നാട്ടിൽ പ്രതിഷേധവും ശക്തമാണ്. ബിജു വൈസൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.